ഒമ്പതാം അധ്യായം 2 മുതലുള്ള വാക്കുകൾ ആണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും 2 ഭാഗമായിട്ടാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കർത്താവ് മറുവുമല്ല കർത്താവ് കടന്നു പോകുന്ന ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കർത്താവ് ആ ശിഷ്യന്മാരെ താഴെ ഇറങ്ങി താഴ്വരെ വന്നതിന് ശേഷമുള്ള ഒരു ഭാഗമാണ്. കർത്താവ് 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയ്ക്ക് തനിച്ച് കൊണ്ടുപോയി അവിടെ രൂപാന്തരപ്പെട്ടു. എന്താണ് 6 ദിവസം കഴിയുക എന്ന് പറയുന്നത്? അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിൻ്റെ കൈസര്യയ്ക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. അപ്പോൾ ഫിലിപ്പോസിൻ്റെ ആ കൈസര്യയ്ക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവ് പോയതിന് ശേഷം കർത്താവ് ചോദിക്കുന്നത്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നമുക്കറിയാം പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞതിന് ശേഷം 6 ദിവസം കഴിഞ്ഞതിന് ശേഷം കർത്താവ് എന്ത് ചെയ്യുകയാണ്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി. ഇവിടെ ആദ്യത്തെ ഭാഗത്തിൽ കാണുന്നത് കർത്താവ് ഒരു ഉയർന്ന മലയെ കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തെ ഭാഗം കാണുന്നത് കർത്താവ് താഴ്വരയിൽ പോവുകയാണ്. അപ്പോൾ ഇന്ന് ദൈവമക്കൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, പർവ്വതത്തിലും താഴ്വരയിലും നമ്മോട് കൂടെ ഇരിക്കുന്ന യേശു. നമ്മുടെ ജീവിതത്തിൻ്റെ പർവ്വതമായ അവസ്ഥകൾ, ഉയർച്ചകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതമായ അനുഭവങ്ങൾ കൂടെ ഇരിക്കുന്ന യേശു. നമ്മുടെ ജീവിതത്തിൻ്റെ താഴ്വരകൾ പ്രശ്നങ്ങൾ നിറഞ്ഞതായ, പ്രയാസങ്ങൾ നിറഞ്ഞതായ, പ്രതികൂലങ്ങൾ നിറഞ്ഞതായ അനുഭവങ്ങളാണ് താഴ്വര എന്ന് പറയുന്നത്. അപ്പം താഴ്വരയിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, പർവ്വതത്തിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇവിടെ വചനം പറയുന്ന മക്കളെ, ആ പർവ്വതത്തിൽ അവരെ തനിച്ചു കൊണ്ടുപോയതിനു ശേഷം അവരുടെ മുമ്പാകെ കർത്താവ് രൂപാന്തരപ്പെട്ടു. ഇവിടെ കർത്താവ് 3 പേരെ മാത്രമായിട്ടാണ് കർത്താവ് കൊണ്ടുപോയത്. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും 3 പേരെ മാത്രം കർത്താവ് വേറിട്ട് കൊണ്ടുപോയിട്ടാണ്, അവരെ പർവ്വതത്തിൽ കൊണ്ടുപോയിട്ടാണ് കർത്താവ് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടത്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, യേശു കർത്താവിന് 12 ശിഷ്യന്മാർ ഉള്ളപ്പോൾ തന്നെ, യേശു കർത്താവിന് 70 ഗ്രൂപ്പ് ഉള്ളപ്പോൾ തന്നെ യേശു കർത്താവിന് ഒരു 3 പേരുടെ ഒരു ഗ്രൂപ്പും കൂടെ ഉള്ളതായിട്ട് കാണാൻ കഴിയും. അത് യേശുവിൻ്റെ ഏറ്റവും അടുത്ത ഇന്നർ സർക്കിളാണ്. ഏറ്റവും അടുത്തുള്ള ഏറ്റവും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇടപഴകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തൻ്റെ എല്ലാ കാര്യങ്ങളെയും, രഹസ്യമായ കാര്യങ്ങളെപ്പോലും വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ 3 പേരെ അവിടെ കാണാൻ കഴിയും. അത് പത്രോസ്, അത് യാക്കോബ്, അത് യോഹന്നാൻ. ഇന്ന് ദൈവമക്കളെ നമ്മൾ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിൻ്റെ യേശുവിനെ ആരാധിക്കുമ്പോൾ തന്നെ, യേശുവിനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ യേശുവിനെ അകലം വിട്ട് അനുഗമിക്കുന്നവരെ പോലെയാണോ? അത് യേശുവിൻ്റെ അടുത്ത കൂട്ടുകാരാണോ? യേശുവിൻ്റെ അടുത്ത പ്രിയ മക്കളാണോ? യേശുവിൻ്റെ അടുത്ത കർത്താവ് നിഗൂഢമായ കാര്യങ്ങൾ, രഹസ്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തിലുള്ള, അവൻ്റെ ഇന്നർ സർക്കിളിലുള്ള ഒരു അംഗമായിരിക്കാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും അപ്പം കിട്ടാൻ വേണ്ടിയോ എന്തെങ്കിലും മീൻ കിട്ടാൻ വേണ്ടി അനുഗമിക്കുന്ന ഒരാളായിട്ടല്ല, മറിച്ച് കർത്താവേ, എനിക്ക് നിന്നോട് കൂടെ ഇരിക്കണം കർത്താവേ, എനിക്ക് നിന്റെ സ്വരം കേൾക്കണം കർത്താവേ, എനിക്ക് നിന്നെ കാണണം കർത്താവേ, രഹസ്യമായിരിക്കുന്ന, നിഗൂഢമായിരിക്കുന്ന, മറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകൾ കർത്താവേ എനിക്ക് പ്രാപിക്കണം കർത്താവേ. ഭൂമിയിൽ ഒരു അലക്കുകാരൻ വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി. ഈ മക്കളെ, ഇവിടെ പർവ്വതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ യേശുവിനെ നോക്കുമ്പോൾ വളരെ ഷൈൻ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു, അല്ലേ? ഷൈനിങ് ജീസസ്. ഇവിടെ പത്രോസ് കാണുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല, മറിച്ച് ഗ്ലാമറസ് ആയിട്ടുള്ളൊരു യേശുവിനെയാണ്. വളരെ ഭൂമിയിൽ ഒരു അലക്കുകാരൻ വെളുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വസ്ത്രവും തേജസ് കൊണ്ട് നിറയുന്നതായിട്ടുള്ള ബോഡിയും മുഖവും എല്ലാം കണ്ട് ശിഷ്യന്മാരൊക്കെ അതിശയിച്ചു പോവുകയാണ്. കാരണം എന്താ, ഭയങ്കരമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു രൂപാന്തരപ്പെട്ട ഒരു യേശു, തേജോമയനായ ഒരു യേശു, ഇതുവരെ കാണാത്ത ഒരു യേശു. അപ്പോഴത്തേക്ക് ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കാണും, അല്ലേ? കാരണം ആ സമയത്ത് ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി. ഏലിയാവും മോശയും അവിടെ കടന്നു. ഏലിയാവ് നമുക്കറിയാം, ഏലിയാവ് ആരായിരുന്നു? ഏലിയാവ് പ്രവാചകനായിരുന്നു. മോശ ആരായിരുന്നു? മോശ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കാനായിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായ. മാത്രമല്ല, മോശ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ പ്രമാണങ്ങൾ, ദൈവം കൊടുത്തതായിട്ടുള്ള ആ നിയമങ്ങൾ, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി
ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? മോശയുടെ പ്രമാണങ്ങൾ, മോശയിലൂടെ ഒരുപാട് നിയമങ്ങൾ ദൈവം കൊടുത്തു. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം ദൈവമക്കളെ, കർത്താവിന് വചനം പഠിപ്പിക്കുന്നു, യേശു കർത്താവ് പറയുന്നു, ഞാൻ അതേ ദൈവത്തിൻ്റെ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയത്ത്, സ്തോത്രം ഹല്ലേലൂയ, പ്രവാചകന്മാര് അത് വെളിപ്പെടുത്തിയതായ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് അതിന് നിവൃത്തിക്ക് വേണ്ടി കർത്താവ് യേശുവിനെ ഉപയോഗിച്ചു. പഴയ നിയമത്തിലെ മോശയിലൂടെ ലഭിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ന്യായ പ്രമാണങ്ങൾ അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം യേശു കർത്താവിനെ ഉപയോഗിക്കാനിടയായി തീർന്നു. യേശുവിലൂടെ പഴയ നിയമത്തിലുള്ള പല പ്രവചനങ്ങളും യേശു കർത്താവിലൂടെ നിവൃത്തിയായി. അതിന്റെ പൂർത്തീകരണം യേശുവിലൂടെ ആയിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോശയെ കണ്ടപ്പോൾ, ഏലിയാവിനെ കണ്ടപ്പോൾ പത്രോസ് പറയുകയാണ്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നല്ലതാണ്, ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. താൻ എന്ത് പറയേണ്ടുവെന്ന് അവൻ അറിഞ്ഞില്ല. അവിടെ 3 പേർക്കും കൂടെ വേണ്ടി ഒരു കുടിൽ, അല്ലെങ്കിൽ അവരെ അവിടെ കുടിയിരുത്തുവാനായിട്ട് സ്തോത്രം പത്രോസ് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ താൽക്കാലികമായ ഒരു പാർപ്പിടമായിരിക്കും. കാരണം അവർക്കറിയാം ഈ മോശ ഏലിയാവും ഒക്കെ ആ ഒരു പ്രത്യേക രൂപത്തിലാണ് വരുന്നത്. അതായത് അവരൊക്കെ ഗ്ലോറിയസ് ആയിട്ടുള്ള ആ രൂപാന്തരപ്പെട്ട ശരീരമായിട്ടാണ് വരുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആ സമയത്ത് അറിയാം ഒരുപക്ഷെ പെട്ടെന്ന് പോകുമായിരിക്കും. എന്തായാലും ഓർമ്മയ്ക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ആ ഓർമ്മയ്ക്ക് വേണ്ടി, നിങ്ങളിവിടെ വന്നുള്ള ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ 3 കുടിൽ ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അന്ന് ആ കുടിൽ ഉണ്ടാക്കാത്തതിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുക. അന്ന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ തീർത്ഥാടനമായിട്ട് പോകുമായിരുന്നു, അവിടെ യേശു ഉണ്ടെന്ന് പറയുമായിരുന്നു. സ്തോത്രം. പിന്നെ നമ്മുടെ സഭകളിലൊന്നും ആൾ കാണത്തില്ല. എല്ലാവരും പറയും യേശുവിനെ കാണാൻ അങ്ങ് പോകണമെന്ന് പറയും. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് അനുവദിച്ചില്ല. അതിനായി ഞാൻ സ്തുതിക്കുന്നു. ആ സമയത്ത് അവർ പ്ലാൻ ചെയ്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വചനം പറയുന്നു, ഒരു മേഘം വന്ന് നയിലിട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന് ശബ്ദം ഉണ്ടായി. പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളുടെ കൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഇതുപോലെ പർവ്വത സമാനമായ ചില അനുഭവങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, കർത്താവെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ കൊള്ളായിരുന്നു, കർത്താവെ ഈ ഒരു അനുഭവം എത്ര മനോഹരമായിരിക്കുന്നു, ഈ സന്തോഷം എത്ര മനോഹരമായിരിക്കുന്നു, അത് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാകാം. ഒരു കാര്യം ഓർത്തോണം, നമുക്ക് എത്ര സന്തോഷിച്ചാലും എന്തെല്ലാം നമ്മൾ ആനന്ദിച്ചാലും ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ. എത്ര വിശ്വാസമുണ്ട്? സ്തോത്രം പറയാമോ? ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും പോരാ, അല്ലേ? പിന്നെയും നിറഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കും. സ്തോത്രം. സെൽഫി എടുക്കും, മറ്റുള്ളവർ കണ്ട് ഫോട്ടോ എടുക്കും. കാരണം എന്നറിയാമോ? അത് വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്നു, അത് വീണ്ടും ആ ഒരു അനുഭവത്തിൽ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പക്ഷെ അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കഴിയും. സ്തോത്രം. അപ്പൊ എപ്പോഴും നമുക്ക് പർവ്വതീകരിക്കാൻ പറ്റത്തില്ല, എപ്പോഴും നമുക്ക് ഗ്ലോറിയസ് ആയിട്ടുള്ള യേശുവിനെ കാണാൻ പറ്റത്തില്ല. എപ്പോഴും തേജോമയനായിരിക്കുന്ന, ഗ്ലാമറസ് ആയിരിക്കുന്ന ഒരു യേശുവിനെ എപ്പോഴും കാണുവാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ, പർവ്വതത്തിലായ നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. ഞാൻ പറയുന്നു, പെട്ടെന്നെല്ലാം മാറി ഒരു ശബ്ദം, ഇവനെൻ്റെ പ്രിയപുത്രന് ചെവി കൂടി ശബ്ദം ഉണ്ടായി. ഉടൻ തന്നെ അവർ നോക്കിയപ്പോൾ അവിടെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര ഉയർന്ന അനുഭവമാണെങ്കിലും, എത്ര സമൃദ്ധ അനുഭവമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ യേശു മാത്രമേ കൂടെ ഇരിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചിലപ്പോൾ കൈവിട്ട് പോയെന്നിരിക്കും. നമുക്കുള്ള നന്മകളെല്ലാം കൈവിട്ട് പോയെന്നിരിക്കും, നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൈവിട്ട് പോയെന്നിരിക്കും. പക്ഷെ വിട്ടുപോകാത്ത ഒരാൾ യേശു മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്നു, കർത്താവ് അതിനുശേഷം കർത്താവ് എന്ത് ചെയ്തു? മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അതിൻ്റെ 9-ാം വാക്യം, അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ള, അല്ലാതെ ഈ കണ്ടത് ആരോടും അറിയിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പൊ കർത്താവ് മലയിൽ ഇരുത്തി അല്പസമയം ഇരുത്തിയുള്ളൂ. സ്തോത്രം. അത് കഴിഞ്ഞ് കർത്താവ് എന്ത് ചെയ്യുകയാണ്? മലയിൽ നിന്ന് അവര് താഴേക്ക് ഇറങ്ങുകയാണ്, താഴ്വരയിലേക്ക് വരികയാണ്. അപ്പൊ ഈ താഴ്വര എന്ന് പറയുന്നത് ശിഷ്യന്മാരോട് വരുന്ന സമയത്ത് കർത്താവൊക്കെ അവിടെ നോക്കുന്ന സമയത്ത് ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. അവിടെ ഭയങ്കര തർക്കവും, അവിടെ ഭയങ്കര ബഹളവും, ശിഷ്യന്മാർക്കാണെങ്കിൽ ഭയങ്കര നിരാശയും. ഒരു പിതാവ് തൻ്റെ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അപ്പൻ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അച്ഛന്. ആ പിതാവ് തൻ്റെ തലമുറയെ ഓർത്ത് ഭാരപ്പെടുകയാണ്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കുഞ്ഞാണെങ്കിൽ പൈശാചികമായ ബന്ധനത്തിൽ പെട്ടുകൊണ്ട്
ടോർമെന്റിൽ അകപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ആ കുഞ്ഞ് വേദനയോടെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരലിലേക്കാണ് ഇറങ്ങി അവർ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഓർത്തോണം, നമ്മൾ എത്രയൊക്കെ പർവ്വതത്തിൽ നമ്മൾ പോയെന്ന് പറഞ്ഞാലും ഉയർന്നെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, അവിടെ നമുക്ക് അധികം സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. താഴ്വര ഒരു റിയാലിറ്റിയാണ്. താഴ്വര ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. തർക്കിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ കർത്താവ് ചോദിക്കുക, എന്താ കാര്യം? സ്തോത്രം. അപ്പോൾ 17-ാം വാക്യം പറയുന്നു, അതിനെ പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നിരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു പിതാവിൻ്റെ വേദന, തൻ്റെ മകനെ പൈശാചികമായ ഒരു ബന്ധനത്തിലായി തള്ളിയിടുകയാണ്. ജീവിതത്തിൽ മുന്നേറുവാൻ സമ്മതിക്കുന്നില്ല. അത് മാത്രമല്ല, വചനം പറയുന്നു, സ്തോത്രം, ശിഷ്യന്മാരുടെയൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് അവർക്ക് അതിനെ പുറത്താക്കുവാനായിട്ട് കഴിയുന്നില്ല. ആ തലമുറയെ വന്നിച്ചിരിക്കുന്ന പൈശാചികമായ ശക്തി ആ തലമുറയെ മുന്നോട്ട് വിടാതെ വണ്ണം, ഒരു നല്ല ഭാവിയിലേക്ക് വിടാതെ വണ്ണം, ഒരു നല്ല ആരോഗ്യമായിട്ട് ജീവിക്കാൻ കഴിയാതെ വണ്ണം ആ തലമുറയെ ബന്ധിച്ചു കളയുന്ന, നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഒരു പൈശാചികമായ ശക്തിയുടെ വെല്ലുവിളിയാണ് അവിടെ താഴ്വരയിൽ അവർ കാണുവാനിടയാകുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള ചില താഴ്വരയെ കൂടെ പോകുന്നവരായിരിക്കാം. സോൾവ് ചെയ്യാൻ കഴിയാത്തതായ ചില പ്രശ്നങ്ങൾ, തലയ്ക്ക് മീതെ പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ഹെൽപ്ലെസ് ആയിരിക്കുന്നു, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, തലമുറയുടെ ജീവിതത്തിൽ വളരെയധികം വേദനാജനക അവസ്ഥയിലായിരിക്കുന്നു. ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല, തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നില്ല. എല്ലാ നിലയിലും തകർക്കുവാൻ വേണ്ടി നിൽക്കുന്ന, തലമുറയെ ദൈവത്തിന്റെ വഴി നകറ്റിക്കൊണ്ടു പോകാൻ വേണ്ടി നിൽക്കുന്ന, തലയിടാൻ വേണ്ടി നിൽക്കുന്ന, ബന്ധിക്കാൻ വേണ്ടി നിൽക്കുന്ന പൈശാചികമായ ശക്തിയുടെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാരാകപ്പാടെ നിരാശരാണ്. കാരണം അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ ഭൂതത്തെ പുറത്താക്കാനായിട്ട് പറ്റുന്നില്ല. അവരടുത്ത് കൊണ്ടുപോയി, പക്ഷെ അവർക്കൊന്നും പറ്റുന്നില്ല. പർവ്വതത്തിന്റെ അവസ്ഥകളിലൊക്കെ ആയിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നല്ല മഹത്വം എല്ലാം കണ്ട്, നല്ല ഗ്ലോറിയസ് ആയിട്ടുള്ള മഹത്വകരമായ സന്തോഷകരമായ അവസ്ഥകളിലൊക്കെ പോയിട്ട് പെട്ടെന്നതെല്ലാം മാറി ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു താഴ്വരയിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മാറിപ്പോയോ? ഇത്ര പെട്ടെന്ന് സന്തോഷം മാറിപ്പോയോ? ഇത്ര പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലുള്ള ആ അനുഭവങ്ങളൊക്കെ മാറ്റം വന്നോ? ഇത്ര പെട്ടെന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആയോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, പർവ്വതത്തിലായാലും താഴ്വരയിലായാലും യേശു നമ്മുടെ കൂടെ ഉണ്ട്. യേശു കൂടെ ഉണ്ട്. എത്ര വിശ്വാസമുണ്ട് മക്കളെ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം നിനക്ക് അനുകൂലങ്ങളിൽ പ്രതികൂലം ആര്? കുഞ്ഞിന്റെ ഫാദർ യേശുവിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, അത് നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നിൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ആരെങ്കിലും താഴ്വരയെ കൂടെ സോൾവ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ള ഭാരവുമായിട്ട്, പ്രശ്നവുമായിട്ട്, പ്രയാസവുമായിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ, എങ്ങനെ ഈ പ്രതികൂലത്തെ അതിജീവിക്കാൻ കഴിയും, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും, എനിക്കൊരു വഴിയും കാണുന്നില്ല, എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നിന്നാൽ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഒരു സ്തോത്രം പറയാമോ? കരം കൊടുത്ത് പറഞ്ഞിട്ട്, വിശ്വസിച്ചാൽ സകലവും കഴിയും. നിന്നെ കൊണ്ട് കഴിയാതിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി പൂർത്തിയാക്കി തരും. 24 ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ ആ അപ്പന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ അപ്പന്റെ നിലവിളി ഒരേ സമയത്ത് പുള്ളിക്കാരൻ പറയുകയാണ്, കർത്താവേ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിലും കർത്താവ്, എനിക്ക് ഇത്തിരി അവിശ്വാസം കൂടെ ഉണ്ട് കർത്താവ്. നല്ല ചോദിക്കും, എത്ര നല്ല മനുഷ്യനല്ലേ, എത്ര ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു. കർത്താവേ, വിശ്വാസമൊക്കെ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് എന്തുണ്ട്? എനിക്ക് ഇത്തിരി അവിശ്വാസവും കൂടെ ഉണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യണം കർത്താവേ. പുള്ളി ഉള്ള കാര്യം എന്ത് ചെയ്തു? അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഈ താഴ്വരയിലായിരിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ക്ഷീണിക്കും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഫുൾ പവർ ഫെയ്ത്ത് ഒന്നും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്.
ചിലപ്പോൾ പ്രയറിൽ ഇരിക്കുമ്പോൾ ഒരു ഫെയ്ത്തൊക്കെ വരും. പാട്ടൊക്കെ പാടി ആരാധിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരു ഫെയ്ത്തൊക്കെ വരും. വീട്ടിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? താവട്ട് പോകും. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പള്ളി വരുമ്പോൾ, കൂട്ടായ്മ ഇരിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഫെയ്ത്ത് ലെവൽ 100 ഡിഗ്രി കയറി 50, 60, 70, 80, 90 ഡിഗ്രി 100 ഡിഗ്രി കയറി പോകും. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ചായ എല്ലാം കുടിച്ച് സ്തോത്രം വീട്ടിലൊക്കെ പോയി പെട്ടെന്ന് ഇറങ്ങില്ല. വീട്ടിലൊക്കെ പോയി സ്തോത്രം അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി 1-2 ദിവസം കഴിയുമ്പോൾ, ഞായറാഴ്ച കഴിഞ്ഞ് ഒരു തിങ്കൾ ചൊവ്വയൊക്കെ ആകുമ്പോൾ താഴോട്ട് ഡൗൺ ആകാൻ തുടങ്ങും. സ്തോത്രം. പിന്നെ ബുധനാഴ്ച നമ്മുടെ ഗൂഗിൾ മീറ്റിലൂടെ കയറിയില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. വ്യാഴാഴ്ച ഒക്കെ ആകുമ്പോൾ താഴെ അടക്കും 10 ഡിഗ്രി 5 ഡിഗ്രിയിലാവും. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാവുന്നുണ്ട്? ഈ ഫാദർ പറയുകയാണ്, നിങ്ങൾ കഴിയുമെന്നോ കർത്താവേ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് എൻ്റെ അവിശ്വാസത്തിന് കർത്താവേ എന്നെ ഹെൽപ്പ് ചെയ്യണമേ കർത്താവേ, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് കർത്താവേ, എനിക്ക് വിശ്വാസം ഉണ്ട്, അവിശ്വാസം ഉണ്ട്, അതുമുണ്ട്. ഒരേ സമയത്ത് എന്തുണ്ട്? വിശ്വാസമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഗ്ലാസ്സിൽ പകുതി വെള്ളമുണ്ട്, പകുതി വായുവുണ്ട്. പകുതി വെള്ളമുണ്ട്, പകുതി വായുവുണ്ട്. ഫുള്ളായിട്ട് വെള്ളമല്ല, ഫുള്ളായിട്ടുള്ള വിശ്വാസം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഒരുപക്ഷെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ താഴ്വരയിലായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ വിശ്വാസമൊക്കെ ഉണ്ട്, ഇല്ലെന്നില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ വിശ്വാസത്തിൽ പോലും ബലഹീനത വന്ന അവസ്ഥകളുണ്ടാവും. പ്രാർത്ഥനയ്ക്ക് തീവ്രത കുറയുന്ന അവസ്ഥകളുണ്ടാവും. സ്തോത്രം. അഭിഷേകത്തിൽ ചോർച്ചയുള്ള അവസ്ഥകളുണ്ടാവും. നമ്മൾ കയ്യൊന്നും പൊക്കണ്ട. സ്തോത്രം. ആരും പൊക്കാൻ കാണത്തില്ല, എനിക്കറിയാം. സ്തോത്രം. നമ്മുടെ എല്ലാ സമയത്തുള്ള ഫെയ്ത്ത് ലെവൽ ഒരുപോലെ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം പറയാമോ? നമ്മൾ ഡിസിഷനൊക്കെ എടുക്കും, കർത്താവേ ഇനി ഞാൻ എൻ്റെ വാ കൊണ്ട് അവിശ്വാസം പറയത്തില്ല കർത്താവേ എന്നൊക്കെ പറഞ്ഞ ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ കയ്യൊക്കെ ഭക്തിവനൊക്കെ എടുക്കും. എൻ്റെ വാ കൊണ്ട് ഞാൻ അവിശ്വാസം പറയത്തില്ല, എൻ്റെ വാ കൊണ്ട് ഞാൻ ഭയപ്പെടുന്ന വാക്കൊന്നും പറയത്തില്ല, എൻ്റെ വാ കൊണ്ട് ആരും പ്രാകത്തില്ല എന്നൊക്കെ പറഞ്ഞ എൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യും, തീരുമാനമൊക്കെ എടുക്കും. ഒരാഴ്ച പോലും ആവണ്ട, ആ നാവ് കൊണ്ടെന്നെല്ലാം പറയും. സമർപ്പിച്ചതാണ്, എല്ലാം ശരിയാ. പക്ഷെ ഒരാഴ്ച പോലും കഴിയണ്ട, അടുത്ത ഞായറാഴ്ച വരുമ്പോഴത്തേക്ക് പലർക്കും അറിയാം. പൈസല്ലോ പലരും എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? പല കാര്യങ്ങളും നമ്മൾ പറയാൻ പാടില്ലാത്തത് പറയുന്നു, പലപ്പോഴും ഭയപ്പെടുന്നു. സ്തോത്രം. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പർവ്വതത്തിലല്ല, നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥകളുണ്ടാവും. ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് വിശ്വാസമുണ്ടോ? അവിശ്വാസമുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ അവിശ്വാസമൊക്കെ മാറ്റി ഫുള്ളായിട്ട് വിശ്വാസത്തിൽ വാ, അപ്പോൾ ഞാൻ പ്രവർത്തിക്കാം എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഒന്ന് ബലപ്പെട്ട് അവിശ്വാസമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് വാ എന്നാണ് പറഞ്ഞത്. അല്ല, കർത്താവിന് അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട മനസ്സിലായി. അദ്ദേഹം പോകുന്ന സ്ട്രഗിൾസിൽ, ആ സിറ്റുവേഷൻസിൽ അദ്ദേഹം വീക്കായിരിക്കുന്നു, അദ്ദേഹം തളർന്നിരിക്കുന്നു. തനിക്ക് ഒരു ചാർജിങ് ആവശ്യമായിരിക്കുന്നു, ഒരു ശക്തി ആവശ്യമായിരിക്കുന്നു, ഒരു ഫെയ്ത്ത് ആവശ്യമായിരിക്കുന്നു. അപ്പോൾ കർത്താവ് ആ സമയത്ത് തന്നെ സഹായിക്കുകയാണ്. ഒരു ഹാലിൽ പറയാം ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകൽ ദൈവമക്കൾ ഓർത്തോണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ ബലഹീനരായി പോകുമ്പോൾ, വിശ്വാസം ക്ഷീണിച്ചു പോകുമ്പോൾ, പ്രാർത്ഥന ക്ഷീണിച്ചു പോകുമ്പോൾ നിങ്ങൾ തള്ളിക്കളയുന്ന കർത്താവല്ല ഉള്ളത്, കുറ്റം പറഞ്ഞ കർത്താവല്ല ഉള്ളത്, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ മാറോടണയ്ക്കുന്ന, മോളെ നീ വിഷമിക്കേണ്ട, മോനെ നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ അവസ്ഥ ഉള്ളതുപോലെ അറിയുന്നു പറഞ്ഞ് നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. പാസ്റ്ററെ തെളിവുണ്ടോ? പാസ്റ്ററെ ആ തെളിവുണ്ട്. ഒന്ന്, തോമസ് സംശയിച്ചു. തോമസ് പറഞ്ഞു, ഞാൻ കർത്താവിനെ നേരിട്ട് കണ്ട് കർത്താവിൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൻ്റെ അകത്ത് വിരലിട്ട് നോക്കിയിട്ട് ഞാൻ വിശ്വസിക്കുള്ളൂ. സംശയം ആർക്കുണ്ടായി? തോമസിനുണ്ടായി. അത് കേട്ട ഉടൻ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ ദൈവമേ എന്തുമാത്രം ദേഷ്യം വരുമല്ലേ? നമ്മളെയൊക്കെ അയാൾ സംശയിക്കുകയാണെങ്കിൽ അല്ലേ, അതിലൊക്കെ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. എന്നാൽ ഈ വ്യക്തി ഇത്രയും കാലം കൂടെ നടന്നിട്ട് പുള്ളിക്കാരനെ മനസ്സിലായില്ല. ഇത്രയും കാലം ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തതാണ്, ഇത്രയും അനുഭവങ്ങളെല്ലാം ഉണ്ടായതാണ്, എന്നിട്ടും പുള്ളിക്കാരൻ്റെ മനസ്സ് ഉണ്ടാകുന്നില്ല. ഇത്രയും വിശ്വസിക്കാൻ പറ്റും. ഇപ്പോഴും നമ്മളെ സംശയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം അല്ലേ? നമ്മളെ കാലം സംശയിക്കുന്ന അവസ്ഥ ഉണ്ടാകും, നമുക്ക് വിഷമം ഉണ്ടാകത്തില്ലേ?
ഉണ്ടാകത്തില്ലേ? പ്രൈസലോ. പക്ഷെ യേശു കർത്താവിനെ സംശയിച്ചു, ഉയർപ്പ് സംശയിച്ചു. എനിക്ക് തോന്നുന്ന കർത്താവ് ശിഷ്യന്മാരോട് ആ ഒരു ഉയർപ്പിന്റെ കാര്യം എത്രയോ പ്രാവശ്യം പറഞ്ഞു കാണും അല്ലേ? പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. സംശയിക്കുകയാണ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്യാണ്? തോമസെ ഉയർത്തെന്നിട്ട് കർത്താവ് തോമസ് നീ നിന്നെ വിരലിട്ട് നോക്കുമ്പോ അവനെ ബോധ്യപ്പെടുത്തുകയാണ്, അവനെ കൺവിൻസ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കാമോ? പ്രൈസലോ. പത്രോസ് കടലിൽ കൂടെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അവിശ്വാസം ഉണ്ടായി മുങ്ങിപ്പോയി. ആ സമയത്ത് നിന്റെ അവിശ്വാസം കാരണം മുങ്ങിപ്പോയില്ലേ, അതാവട്ട് പൊട്ടെന്നല്ല പറഞ്ഞത്. കർത്താവിന്റെ കൈ അങ്ങോട്ട് നീട്ടി, പത്രോസ് നീ വിഷമിക്കണ്ട, നിന്റെ വിശ്വാസം എനിക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് വിളിക്കുന്ന പലരുടെയും ഫെയ്ത്ത് കർത്താവിന് അറിയാം എത്രയുണ്ടെന്ന്. നമ്മളെ നിൽക്കുന്നതെല്ലാം അവന്റെ കൃപയില്ല. ആരും വിചാരിക്കും എന്റെ ഫെയ്ത്ത് കാരണമാണ്. അല്ല, നിങ്ങളുടെ ഫെയ്ത്തൊക്കെ ദൈവത്തിന് അറിയാം, ആ ലെവലൊക്കെ ദൈവത്തിന് അറിയാം. ഫെയ്ത്തൊക്കെ പള്ളിയിരിക്കുമ്പോഴേ ഉള്ളൂ. പലരുടെയും ഫെയ്ത്തൊക്കെ പള്ളിയിരിക്കുമ്പോഴേ ഉള്ളൂ. സ്തോത്രം. പള്ളിയിരിക്കുമ്പോൾ പറയും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്ന്. ഒറ്റയ്ക്കാവൻ പറയും അയ്യോ എനിക്ക് ആരുമില്ല പാസ്റ്ററെ, എന്നെ എല്ലാവരും കൈവിട്ട് പാസ്റ്ററെ, എനിക്ക് ആരുമില്ല. സ്തോത്രം. ഇതെല്ലാം കർത്താവിന് അറിയാം നമ്മുടെ ഫെയ്ത്തൊക്കെ. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു? ആ ബലഹീനമായിരിക്കുന്ന അവസ്ഥയിലും കർത്താവ് പട്ടുപോകാൻ സമ്മതിക്കുന്നില്ല, താണു പോകാൻ സമ്മതിക്കുന്നില്ല. കർത്താവ് കരം കൊടുത്ത് താങ്ങുന്നൊരു കർത്താവാണ്. അശുദ്ധാത്മാവിനോട് കർത്താവ് കൽപ്പിച്ചു, ഊമനും ജഗടനുമായ ആത്മാവെ ഇവനുവിട്ട് പോ, ഇനി അവൻ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. അപ്പോ യേശു കർത്താവ് ശാസിച്ചപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യന്മാരെ കൊണ്ട് കഴിയാത്ത കാര്യം, അപ്പനെ കൊണ്ട് കഴിയാത്ത കാര്യം, പരീക്ഷന്മാരെ കൊണ്ട് കഴിയാത്ത കാര്യം യേശു കർത്താവ് ശാസിച്ച ഒരു വാക്ക് പറഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് അതിന് പരിഹാരമായി. ഇന്ന് പകൽക്കാലം താഴ്വരയിലെ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കുന്ന, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയെ ഓർത്തായിരിക്കാം നീ കരയുന്നത്. കർത്താവേ, എൻ്റെ കുഞ്ഞിന്റെ ഭാവി എന്തായിത്തീരും? എൻ്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എന്തായിത്തീരും? എൻ്റെ കുഞ്ഞിന്റെ കുടുംബജീവിതം എന്തായിത്തീരും? എൻ്റെ കുഞ്ഞിൻ്റെതായിട്ടുള്ള കർത്താവ് ജീവിതത്തിൽ കർത്താവെ അവനെ പോരാടിക്കൊണ്ട് നിൽക്കുന്ന പൈശാചിക ശക്തികൾ മുഖാന്തരം വേദന അനുഭവിക്കുന്ന പ്രിയ മാതാവേ, വേദന അനുഭവിക്കുന്ന പ്രിയ പിതാവേ, ഇന്ന് പകൽ സമയം നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ അവസ്ഥകൾ കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് പകൽക്കാലം തലമുറയെ വിടുവിക്കാൻ ശക്തനായ ദൈവമാകുന്നു. ആ പൈശാചികമായ ശക്തി കർത്താവ് കൽപ്പിച്ചപ്പോൾ അത് വിട്ടുപോയി, ഒറ്റ നിമിഷം കൊണ്ട് വിട്ടുപോയി. അവിടെ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആകുകയാണ്. അപ്പൊ ഇന്ന് മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ മക്കളെ അവിടെ രോഗമാകട്ടെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ രോഗമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളുടെ അനുസരണക്കേടാകട്ടെ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള ഭാവി സംബന്ധമായ തടസ്സങ്ങളാകട്ടെ, പൈശാചികമായ പോരാട്ടങ്ങളാകട്ടെ, എന്തു തന്നെയാണെങ്കിലും പ്രിയ മാതാവേ, പിതാവേ, നിനക്ക് വിശ്വാസക്കുറവുണ്ടായിരിക്കാം, എങ്കിലും വിഷമിക്കേണ്ട. കർത്താവ് നിനക്ക് വിശ്വാസം തന്ന്, കർത്താവ് കൃപ തന്ന്, കർത്താവ് ബലം തന്ന് തലമുറയെ വിടുവിപ്പാനായിട്ട് എൻ്റെ യേശു ഇന്ന് ജീവിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അവന്റെ കരം കുറുകി പോയിട്ടില്ല, അവന്റെ പ്രവൃത്തി നിന്നു പോയിട്ടില്ല. അത് ഇവിടെ ആ പിതാവിന്റെ ആ വിഷയത്തിന്, ആ താഴ്വരയിലുള്ള പ്രശ്നത്തിന് കർത്താവ് പരിഹാരം കൊടുക്കുകയാണ്. ഇന്നൊരു പക്ഷേ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന അവസ്ഥയിലായിരിക്കാം, ഇന്നൊരു പക്ഷേ താഴ്വരയിലുള്ള പ്രതികൂലങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു അവിടെ അത്ഭുതം ചെയ്തു. പർവ്വതത്തിൽ മാത്രമല്ല, താഴ്വരയിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ജീവിതത്തിന്റെ പ്രതികൂല ഘട്ടത്തിലും ജീവിതത്തിന്റെ പ്രയാസകരമായ ഘട്ടങ്ങളിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 46 സംഗീതം 1-ാം വാക്യം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും കോട്ടയും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കൂരി താഴെ കൂടെ നടന്നാലും ഒരിടത്തും ഞാൻ ഭയപ്പെടുകയില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ പോകുന്ന താഴ്വര ഇരുട്ടിൻ്റെതായിരിക്കാം, കഷ്ടങ്ങളുടേതായിരിക്കാം, എങ്കിലും ഭാരപ്പെടേണ്ട, കർത്താവ് നിങ്ങളെ വിടുവിക്കും. ശിഷ്യന്മാര് കർത്താവ് ഞങ്ങളെ കൊണ്ട് പെട്ടത്, കർത്താവ് ഞങ്ങൾ നോക്കിയിട്ട് പറ്റില്ല. എന്താ കാരണം? അപ്പൊ കർത്താവ് 29-ാം വാക്യം പറയുന്നു, കർത്താവ് പറയുന്നു, എങ്കിലും, മലയാളത്തിൽ കാണുന്നില്ല, പക്ഷെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ പറയുന്നു, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ നിങ്ങൾക്ക് ആ വിടുതൽ ലഭിക്കത്തുള്ളൂ. 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസമല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. ഏത് ജാതി? സ്തോത്രം. പിശാച് എന്ന് പറയുന്ന ഈ ഒരു പൈശാചിക ശക്തി. സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും അതിനാവശ്യമായിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ സ്തോത്രം, ഇന്ന് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. നിന്റെ ഉപവാസം വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല. അതെ, നിന്റെ തലമുറകളെ എതിരായിട്ട് നിൽക്കുന്ന പൈശാചികമായ ബന്ധനങ്ങളെ ഉടച്ചു കളയുവാനായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും സാത്താന്റെ സാമ്രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിരിക്കുന്നു. അത് നീ ഉപവസിക്കുന്നിടത്തോളം കാലം, നീ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം
ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു പിശാചം നിന്നെ തൊടുകയില്ല, ഒരു പിശാചം നിന്റെ കുടുംബം തൊടുകയില്ല. അത് കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് തലകളെ വണക്കം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്ന് കർത്താവെ നൽകിയ വചനത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവെ, പർവ്വതത്തിലിരുന്ന യേശു, കർത്താവെ, ആ പർവ്വതത്തിന്റെ ഗ്ലോറിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ കർത്താവെ ശിഷ്യന്മാരത് ആഗ്രഹിച്ചുവെങ്കിലും അത് പെട്ടെന്ന് മാറിപ്പോയി കർത്താവെ. അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ദുരിതങ്ങൾ നിറഞ്ഞ, കഷ്ടങ്ങൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, പോരാട്ടങ്ങൾ നിറഞ്ഞ താഴ്വരയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് കർത്താവെ. ഇന്നൊരു പക്ഷേ എന്നെ കേൾക്കുന്ന പല കുടുംബങ്ങളും കർത്താവെ ഇന്ന് കഷ്ടങ്ങളിലായിരിക്കുന്നു, ദുരിതങ്ങളിലായിരിക്കുന്നു, പ്രയാസങ്ങളിലായിരിക്കുന്നു കർത്താവെ. ആ പർവ്വതത്തിൽ കൂടെ ഇരിക്കുന്ന യേശു ഈ താഴ്വരയിലും ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുകയാണ് കർത്താവെ. ആ താഴ്വരയിലുള്ള പ്രശ്നങ്ങള്, ആ പ്രതികൂലങ്ങൾ കർത്താവെ, എന്റെ കർത്താവ് കൽപ്പിച്ചപ്പോൾ, എന്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ പിശാച് വിട്ടുപോയി കർത്താവെ. ആ തലമുറ വിടുവിക്കപ്പെട്ടതുപോലെ കർത്താവെ, ഇന്ന് കർത്താവിന്റെ മക്കൾക്ക് ദൈവമേ, അവരായിരിക്കുന്ന ഭാരത്തിന്റെ മധ്യേ, അവരായിരിക്കുന്ന പ്രയാസത്തിന്റെ മധ്യേ, അവരായിരിക്കുന്ന പ്രതികൂലത്തിന്റെ മധ്യേ കർത്താവെ, ദൈവത്തിന്റെ അത്ഭുത വാക്ക് കേൾക്കുവാൻ, ദൈവത്തിന്റെ വിടുതലിന്റെ വാക്ക് കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു വാക്ക് മതി കർത്താവെ ഞങ്ങളുടെ അവസ്ഥകൾ മാറുവാൻ. നിന്റെ ഒരു വാക്ക് മതി കർത്താവെ ഞങ്ങളുടെ ജീവിതം മാറുവാൻ. നിന്റെ ഒരു വാക്ക് മതി കർത്താവെ ഞങ്ങളുടെ സാഹചര്യങ്ങൾ മാറുവാൻ കർത്താവെ. ഇന്ന് കർത്താവെ, ഏതെങ്കിലും വിഷയത്തില് ഞങ്ങളുടെ മക്കളായിരിക്കുന്നുവോ, അത് മക്കളെ കുറിച്ചായിരിക്കാം, അത് കൊച്ചുമക്കളെ കുറിച്ചായിരിക്കാം, അത് ഭർത്താവിനെ കുറിച്ചായിരിക്കാം, അത് ഭാര്യയെ കുറിച്ചായിരിക്കാം, അത് സാമ്പത്തിക വിഷയമായിരിക്കാം, അത് രോഗത്തിന്റെ വിഷയമായിരിക്കാം, എന്തുമാകട്ടെ കർത്താവെ, ദൈവത്തിന്റെ അത്ഭുത വിടുതല് യേശുവിൻ നാമത്തിൽ അയച്ച കർത്താവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധിയോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.